ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് സംഭവിച്ച ഒരു അത്ഭുതകരമായ ഒരു കഥയാണ്. എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ വലിയ വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്തിരുന്നു, അത്യാവശ്യം നെല്ലൊക്കെ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 6 വയസ്സുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനും എൻ്റെ അമ്മായിയുടെ മോനും, അവനൊരു 11-12 വയസ്സ് കാണും. അങ്ങനെ രണ്ടുപേരും കൂടി മേലത്ത് പോയി. അപ്പോൾ ഒരു കാലി വീപ്പ നെല്ലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിനെന്തോ പറയുന്നുണ്ട്, നെല്ല് സംഭരണി അങ്ങനെ. അപ്പോൾ ആ വലിയൊരു വീപ്പയിൽ മേലെ കയറി ഞങ്ങൾ. ഇവൻ എന്നോട് പറഞ്ഞ്, നീ അകത്ത് ഇറങ്ങ്. അപ്പോൾ എനിക്കൊന്നും അറിയാത്ത പ്രായമായിരുന്നു. ഞാൻ അറിയാതെ അകത്ത് ഇറങ്ങിയതും ഇവൻ മേലെ നിന്ന് അതിലൊരു വലിയ മൂടി ഉണ്ടായിരുന്നു. അത് അതിൻ്റെ മേലെ കെട്ട് അവൻ ഓടിപ്പോയി. അപ്പോൾ ഞാനാണെങ്കിൽ അതിനകത്ത് മൊത്തം ഇരുട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം ശ്വാസം ആണെങ്കിൽ കിട്ടുന്നുമില്ല. അവസാനം എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് ജീവശ്വാസം വലിച്ച് അവസാനം കാലൊക്കെ കുടഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കാൽ അതിൻ്റെ വലിയ ഭരണിയായിരുന്നു, ഒരു 6 അടി പൊക്കമുള്ള ഭരണി. അതിനകത്ത് ഒരു ചെറിയ ഒരു ദ്വാരം ഉണ്ടായിരുന്നു, അടപ്പ് പോലെ. അപ്പോൾ അറിയാതെ എൻ്റെ കാല് ആ അടപ്പിൽ തട്ടി. അത്ഭുതകരം എന്ന് പറയട്ടെ, ആ അടപ്പ് തുറന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസമായി. ഞാനൊരു വലിയ ഇരുട്ടിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് എന്ന പോലെ ഞാൻ പോവുകയായിരുന്നു. അതിനുശേഷം ആ ചെറിയ ദ്വാരത്തു കൂടി എങ്ങനെയെങ്കിലും അത് പുറത്ത് വെളിയിൽ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഉമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മയ്ക്കും ഭയങ്കര അത്ഭുതമായി, എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഇത് മറന്നുപോയി. പെട്ടെന്ന് എൻ്റെ വീട്ടിൽ അപ്പുറത്തെ ചേച്ചിയോട് ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഓർമ്മ വന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ എന്നെ ഓർമ്മിച്ചത് പറയും, ഇവന് ഭയങ്കര അത്ഭുതമാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരിക്കലും ജീവിതത്തിലോട്ട് വരാതെ മരണത്തെ മുഖാമുഖം കണ്ട ഒരു നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു രണ്ടാമത്തെ ജന്മമാണ് ഇത്, എങ്ങനെയെങ്കിലും ഒരു 2ാം വരവാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ സന്തോഷമായി ജീവിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.